നമ്മുടെ ജിംഖാന എന്ന് പറഞ്ഞ ഒരു ടീം, ഒരു പ്രധാനപ്പെട്ട ഒരു ടീമാണ്. വേറെ ടീമുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാം നല്ല പണിയെടുത്തിട്ടുണ്ട് ശരിക്കും. കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല ഇവരുടെ ബോഡിയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ചെക്കന്മാർ ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രയും വെച്ചാൽ എല്ലാം 6 പാക്കുമായിട്ട് ഇതൊന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കണ്ടായില്ല അവർക്ക്. അതൊന്നും തിന്നാൻ പറ്റില്ല. ഡയറ്റിംഗ് പ്ലാനിങ്, ബോക്സിംഗ്, 100 ഗ്രാം ചോറ്. അതൊക്കെ അപ്പൊ ആകെ കലിച്ചാണ് ഒരു മാസം അവിടെ കഴിച്ചു ഇരുന്ന് പറയണ ഇടിക്കിറങ്ങിയ പിള്ളേര് പറയണല്ലേ, മേടിച്ചു ഇവിടെ തന്നെ ഇടിക്കും. ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങൾ മുഴുവൻ കൂടെ ഒരു കോംബോ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ മേലെ പൊളിയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെയാണ് എല്ലാം മൊത്തത്തിൽ ഗൈഡ് ചെയ്യാൻ ഒരു നല്ല ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുക്കേണ്ട കാര്യമില്ല. ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുള്ള സംവിധായകൻ. ഒരു ഷോട്ട് എങ്ങനെ വേണം, അതിലെങ്ങനെ നിൽക്കണം, അഭിനയിക്കണം. അതിലിപ്പോൾ സീനിയോറിറ്റിയോ ജൂനിയറോ ഒന്നുമില്ല. ഇപ്പം എന്നോടാണെങ്കിലും അദ്ദേഹം വന്ന് പറയും ഇങ്ങനെ വേണം എന്ന് പറയാൻ ഒരു കൃത്യമായ അളവും തൂക്കമുള്ള ഒരാളാണ്. നാരങ്ങ വെള്ളവും അത് ഇതൊക്കെ കിട്ടുന്ന, മോരും ഒക്കെ കിട്ടുന്നൊരു കട. 2 ചേച്ചിമാരാണ് നടത്തുന്നത്. ഞങ്ങൾ പഠിച്ച പണി പണ്ട് നോക്കി ഞങ്ങളൊന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ നസിനൊക്കെ എന്താണല്ലേ നമ്മൾ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടോ? അച്ഛനും അമ്മൂക്കാന്ന് തോന്നുന്നു. എങ്ങനെ ചെറുപ്പായിട്ടിരിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ആണോ? അങ്ങനൊന്നും പറയല്ലേ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ യങ്സ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആലപ്പുഴ ജിംഖാനയുടെ വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നസീറിക്ക, സലീമിക്ക, അസീമിക്ക. 3 ഇക്കാമാരായി. സിനിമയിൽ മൊത്തം ഇക്കാമാരാന്ന് തോന്നുന്നല്ലേ? നസ്ലിനുണ്ട്, വാഴയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക എന്നൊക്കെ പറയുന്നല്ലേ. അതാരെയോ വാഴയ്ക്കെന്ന് ഉദ്ദേശിച്ചു. അല്ല നൈസായിട്ട് സലീമിക്കാന്ന് വാഴയ്ക്ക വെണ്ടയ്ക്കാന്നൊക്കെ. പുള്ളി വാഴയിൽ അഭിനയിച്ചോണ്ട് പുള്ളി ഇപ്പോഴും ആയതുകൊണ്ട് അത് ഓർത്തിരിക്കണം. വാഴയുടെ ട്രോമേന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അല്ലെ? പണ്ട് എന്തോരം കോമഡി കഥാപാത്രങ്ങളും മിമിക്രിയൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ചെയ്തിട്ട് ഇപ്പൊ ഫുള്ള് സീരിയസ് റേഞ്ചാ. അതിനാ ലൈഫ് സീരിയസ് ആയി തുടങ്ങി. പക്ഷെ ആള് കുഴപ്പമൊന്നുമില്ല, ആള് കോമഡി തന്നെയാണ്. ആള് കോമഡി, ലൈഫ് മാത്രം സീരിയസ് ഉള്ളൂ. സീരിയസ് ആയിട്ടുള്ളൂ. ആള് കോമഡി തന്നെയാണ്. എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ കോമഡിയൊക്കെ ഇനി എന്നാന്ന് കാണാൻ പറ്റുന്നേ? അതൊന്നും വിട്ടോ? ഞാൻ സീരിയസ് ആയതുകൊണ്ട് ഞാൻ എന്റെ ക്യാരക്ടേഴ്സ് സീരിയസിലേക്ക് മാറ്റാണോ? ഇല്ല, അങ്ങനെയല്ല. ഓരോ സിനിമയിലും നമ്മളെ ആവശ്യപ്പെടുന്ന കഥാപാത്രവും ആ കഥാപാത്രത്തിന് ആവശ്യപ്പെടുന്ന ചില മാനരസങ്ങളൊക്കെ ഇല്ലേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് ഫുൾ പടങ്ങളിൽ ഇനി സീരിയസ് ആണെന്നൊന്നും ഇല്ലല്ലേ. എന്നാൽ ഇപ്പൊ ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്ന എല്ലാം ഒരുവിധം സീരിയസ് റോളുകളാണ്. പിന്നെ വരുന്ന തലമുറക്ക് വേണ്ടി നസീർക്ക് ഒന്ന് മിമിക്രിന്നൊന്നും ഒതുങ്ങി കൊടുത്താണ്. അവര് ചെയ്യട്ടെ. ഇങ്ങനെ നെഞ്ചും പിരിച്ചു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കേറാൻ പറ്റില്ല. എന്നാലും അവർ ഒതുക്കിയതാന്ന് പറയരുത്. പുള്ളി പുതിയ മേഖലകളിലേക്ക് കയറി അപ്ഡേറ്റ് ചെറിയ പരിപാടി, ബോക്സിംഗും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങളുടെ ആലപ്പുഴയിൽ വന്നിട്ട്, കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ ആലപ്പുഴയിൽ വന്നിട്ട് ബോക്സിംഗ് ഒക്കെ തുടങ്ങി. അവിടെ കോച്ച് കളിക്കുവാന്നൊക്കെ അറിഞ്ഞു. ഉള്ളതാണോ? ആണോ? കോച്ചായിട്ടാണോ സിനിമയില്? വെറും കോച്ചൊന്നല്ല, പണി പഠിച്ച കോച്ച്. ബോക്സിംഗ് പഠിച്ചു കാണും അല്ലേ ഇതിന് വേണ്ടിട്ട്? പിന്നെ ഞാൻ 6 കൊല്ലം എല്ലാവരും പഠിച്ചു. 6 മാസം 6 മാസം ഒരു പൂജയല്ല, വിലയില്ലാത്ത സാധനം അപ്പുറത്ത് കിടന്നോണ്ട്. ഇല്ല, ഞാൻ ഒന്നും അങ്ങനെ. എനിക്ക് അവിടെ വച്ചിട്ട് എനിക്ക് അറിയാം, ഇതിന്റെ കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. അല്ല, ഇടിയൊക്കെ ഇവരാ, നമ്മുടെ യൂത്തന്മാരാണ് ഇടി മുഴുവനും. യൂത്ത് പിള്ളേരെ മെരിക്കാൻ കഷ്ടപ്പാടുണ്ടോ? അവരൊക്കെ നമ്മുടെ എന്താ, നമ്മുടെ ഫ്രണ്ട്സ് എന്നേ ഞാൻ പറയുള്ളൂ. മക്കൾ എന്ന് അല്ല, അതുകൊണ്ടല്ല, നമ്മളെ ഫ്രണ്ട്സിനെ പോലെ അല്ലേ. കാര്യം ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാല് നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്നാലേ അവർക്ക് നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ, നമുക്കും അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു വലിയ അകൽച്ച ഫീൽ ചെയ്യും. ഇവിടെ അതില്ലായിരുന്നു. സിനിമയൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഞാൻ നേരത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇതിനകത്ത് പല കുട്ടികളെയും നമുക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. പഴയ ഒരു എന്താ പറയുക, നസീർക്കയോട് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഒരു ജേർണിനെ പറ്റി ചോദിച്ചാൽ ഒത്തിരി വർഷം മുമ്പ് പഴയ കാലത്ത് അഭിനയിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സീനിയോറിറ്റി ഉള്ള ലെജൻസിന്റെ കൂടെ അഭിനയിച്ചു. ഇപ്പൊ നമ്മൾ കാണുന്ന ഏറ്റവും ചെറിയ ജനറേഷനിലുള്ള ഇപ്പൊ നിൽക്കുന്ന ചിൽഡ് ആയിട്ടുള്ള ചെക്കന്മാരുടെ കൂടെ അഭിനയിക്കുന്നത് അല്ലേ നസീർക്കൊക്കെ? അങ്ങനെ ഒരു കൊണ്ടുപോൽ കൂടെ ഉണ്ട്. അച്ഛനും അമ്മൂക്കാന്ന് തോന്നുന്നു. എങ്ങനെ ചെറുപ്പായിട്ടിരിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ആണോ? അങ്ങനൊന്നും പറയല്ലേ.
അല്ല ആൾക്കാരെ തെറ്റിദ്ധരിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ മലയാളികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് എനിക്ക് തോന്നി അത് ഇപ്പോഴത്തെ ചെറുപ്പത്തിലേ എനിക്ക് നല്ല പ്രായം തോന്നിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പൊ വലുതായപ്പോ പ്രായം ഞാനും മമ്മൂട്ടിയൊക്കെ ബിഗ് കയറി പോകുന്ന ആൾക്കാരാണ്. പറഞ്ഞത് താകത് ആൾക്കാർ തെറ്റിദ്ധരിക്കില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്തു. ശരി, തെറ്റിദ്ധരിക്കണം. കേരളത്തിൽ എപ്പോഴും പ്രായോഗത്തൊരു നസീർ വേണോ, നസീർ സാറിന്റെ കാലശേഷം പിന്നെ ആ പേര് സ്വീകരിച്ച നസീറൊക്കെയാണ് ഇപ്പോഴും ഒന്നില്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ കോട്ടയം. അതെ, അത്ര അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ മാറിയില്ല, അഭിനയ രീതി തന്നെ മൊത്തത്തിലൊന്ന് മാറി. അപ്പൊ വളരെ കുറച്ച് പേരാണ് പഴയ കാലം തൊട്ടേ ഉണ്ടായിട്ട് ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുള്ളൂ. ജഗദീഷ് ഏട്ടനായാലും വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭാഗ്യം എന്ന് പറഞ്ഞ വാക്കിൽ തെറ്റില്ല ശരിക്കും, ഭാഗ്യം മാത്രമല്ല കഴിയും, അത് വേറെ കാര്യം. അല്ല, പുതിയ തലമുറയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ അഭിനയ രീതികൾക്ക് ഉള്ള മാറ്റങ്ങൾ സംഭവിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പണ്ടത്തെയാണോ രസം, ഇപ്പോഴാണോ രസം? രണ്ട് രീതിയിൽ രസമാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഓർഡറിംഗ് മൈൻഡ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു റെസ്പെക്ട്, അങ്ങനെ ഇങ്ങനെ ഒരു മേലെ താഴെ അങ്ങനെയൊക്കെ ഒരു ഇതില്ലായിരുന്നോ? അല്ല, റെസ്പെക്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരാൾ വരുമ്പം എപ്പോഴും എഴുന്നേറ്റ് തൊഴുക എന്നുള്ളതല്ലോ റെസ്പെക്ട്. അല്ല, ഒരിക്കലും അല്ല. അതല്ല, റെസ്പെക്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഒരാളെ കുറിച്ചുള്ള റെസ്പെക്ട്. പിന്നെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ആയിട്ട് തന്നെ നടന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റായിരുന്നു. അതെ. അപ്പോൾ ഞാൻ ഇവരൊക്കെ ആയിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് സൂക്ഷിക്കുന്നത്. നെസ്ലിനൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പം മകനെ പോലെ നമ്മുടെ ഒരു മക്കളെങ്ങനെയാണ് നമ്മളൊരു കമ്പനി വിടുന്നത്, അത്രയും കമ്പനി കൂടാനുള്ളൊരു സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസം അല്ലേ, നമ്മൾ 10 ദിവസം ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല. ഈ ഷൂട്ടിംഗ് സമയത്ത് അവരിങ്ങോട്ടാണോ നമ്മൾ അങ്ങോട്ടാണോ അഡ്വൈസുകൾ കൊടുക്കേണ്ടി വരുന്നത് ഈ അഭിനയ കാര്യത്തിൽ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ അവരിൽ നിന്നും അവർ നമ്മളിൽ നിന്നും പഠിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അല്ല, അതങ്ങനെയല്ല. അത് ഗൈഡ് ചെയ്യാൻ ഒരു നല്ല ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുക്കേണ്ട കാര്യമില്ല. ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുള്ള സംവിധായകനാണ്. തീർച്ചയായും ഒരു ഷോട്ട് എങ്ങനെ വേണം, അതിലെങ്ങനെ നിൽക്കണം, അഭിനയിക്കണം, അതിലിപ്പോൾ സീനിയോറിറ്റിയോ ജൂനിയറിനോ ഒന്നുമില്ല. ഇപ്പം എന്നോടാണെങ്കിലും അദ്ദേഹം വന്ന് പറയും ഇങ്ങനെ വേണം എന്ന് പറയാൻ ഒരു കൃത്യമായ അളവും തൂക്കമുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ഇവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പുതിയ തലമുറയ്ക്ക് അവർ നമ്മളെക്കാളും വലിയ മിടുക്കന്മാരാ. അതെ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ആലപ്പുഴയിൽ വന്നിട്ട്? മാറണം, നമ്മൾ മാറുന്നത് വെച്ചാൽ നമ്മൾ മാറേണ്ടി വരും, അല്ലെങ്കിൽ അവർ മാറ്റും. അതെ, നമ്മളവിടെ ബലം പിടിച്ചിട്ടൊന്നും കാര്യമില്ല, ചെക്കന്മാരെ നമ്മളെ മാറ്റുന്നൊക്കെ. അല്ല, പുതിയ അവരുടെ മേക്കിംഗ് രീതികൾ വേറെയാണ്. സിനിമ മാറുന്നുണ്ടല്ലോ, പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ അപ്ഡേഷൻസ് വരുന്നു. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാറാൻ നമുക്ക് അവസരമാണ് കിട്ടുന്നത്. നമ്മൾ ലേൺ ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മളും പഠിച്ചോണ്ടിരിക്കുകയാണ്, അതൊരു അല്ല, നമുക്ക് അങ്ങനെ പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, അത് അവസരമായിട്ട് ഭയങ്കര ഭാഗ്യമാണത്. ഞങ്ങളുടെ ആലപ്പുഴയിലുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറയും ഞങ്ങളുടെ ആലപ്പുഴ ആദ്യമായിട്ടാണ് ആലപ്പുഴയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യേണ്ട അനുഭവം കേൾക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നു. കേൾക്കട്ടെ. ആലപ്പുഴ നമുക്ക്, ഞാൻ കറുകച്ചാലുകാരനാണ്. ചങ്ങനാശ്ശേരി ആലപ്പുഴ നമ്മുടെ ഒരു സ്ഥിരം റൂട്ടാണ്. ആലപ്പുഴ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ആംസ്റ്റർഡാം എന്ന് പറയുന്ന സിറ്റി ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ആലപ്പുഴയൊക്കെ ആയിട്ട് എന്നെ ജിയോഗ്രഫിക്കൽ നമുക്ക് ഒരുപോലെ തോന്നുന്ന സ്ഥലമാണ്. അതായത് നടുക്കൂടെ ഇങ്ങനെ വെള്ളച്ചാലുകളും വെള്ളങ്ങളൊക്കെ പോകുന്നു, അപ്പുറത്ത് ബിൽഡിങ് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈ വേർഷൻ ആണെന്നുള്ളതേ ഉള്ളൂ ഈ ആംസ്റ്റർഡാം കാണുന്നത്. കുറച്ചുകൂടെ അതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നമ്മൾ ഒരിക്കലിന് നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ ഒരുക്കൂല. ആലപ്പുഴ കേരളം മൊത്തത്തിൽ നമുക്കെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളിൽ പോയി കണ്ടിട്ടുള്ള ഭൂപ്രകൃതികളുടെ സൗന്ദര്യങ്ങൾ മുഴുവനും നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള കുറച്ച് കൂടുതലുണ്ടാവും. പക്ഷെ നമ്മൾ അവരൊരുക്കുന്നത് പോലെയല്ല, അത് ഡിസൈൻ ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട്. ആലപ്പുഴക്കാർക്ക് സ്നേഹമുണ്ടോ? പിന്നെ അതേ ഉള്ളൂ. അങ്ങനെ ഇന്ന ആൾക്കാർക്ക് സ്നേഹം കൂടുതൽ കുറവൊന്നല്ല, എല്ലാവരും നമ്മളോട് എന്ന് സ്നേഹം കാണിച്ചു. മലയാളികളെല്ലാം സ്നേഹമുള്ളവരാണ്. അങ്ങനെയൊന്നും പറയരുത്, സ്നേഹമില്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. മലയാളികൾ എല്ലാവരും എന്ന് പറയണ്ട, നമ്മള് കാറ്റഗറി പറയുമ്പോ അങ്ങനെ പറയരുത്. ആലപ്പുഴയിൽ കുറച്ച് സ്നേഹം കൂടുതലുള്ളവരുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആലപ്പുഴ മാത്രം പോയാൽ മതി, ഞങ്ങൾക്ക് ഒരുപാട് ജില്ലകളിൽ പോകേണ്ടത്. എല്ലാ ജില്ലകളിലുള്ളവരുടെ പടത്തിലും അഭിനയിക്കണം. അതെ. പക്ഷെ എന്നാലും എനിക്കൊന്ന് കുറച്ച് നാളുകളായിട്ട് സിനിമ ഇങ്ങനെ പതിയെ സഞ്ചരിച്ച് വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. കണ്ണൂർ, കാസർഗോഡ് കൊണ്ടുവന്നു. അതാണ് എനിക്ക് ഈ സിനിമയിൽ ആലപ്പുഴ ജിങ്കാന കേട്ടപ്പോഴേ എനിക്കുള്ളൊരു സന്തോഷത. പതിയെ ഇങ്ങനെ വടക്കോട്ട് പിടിച്ച് പോയിട്ട് വരുന്നില്ല ഇങ്ങോട്ട്. ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ ഒരു ടീം, ഒരു പ്രധാനപ്പെട്ട ഒരു ടീമാണ്. വേറെ ടീമുകളൊക്കെ ഉണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലമുണ്ട്,
നിങ്ങള് വെറും ആലപ്പുഴ ആലപ്പുഴ വന്നിട്ട് ആലപ്പുഴ വന്ന് അപ്പൊ പല പല ജില്ലയിലുള്ളവർ മത്സരിക്കാൻ വരുന്നുണ്ടല്ലേ? സ്റ്റേറ്റ് ലെവൽ ഗൈസ്, നമുക്ക് സിനിമയിലെ ഒരു ടിസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് സിനിമയിൽ മത്സരിക്കുക. എന്നിട്ട് ആലപ്പുഴ വന്ന ആലപ്പുഴക്കാരെ തോപ്പിച്ചോ? സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ആണ്. ആലപ്പുഴയിൽ വന്ന ആലപ്പുഴക്കാരെ തോപ്പിച്ചു വന്നിട്ട് അതൊക്കെ പടം കാണാം. അതൊക്കെ പടം കാണാം. കഥ ഡയറക്ടർ തന്നെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ കഥ നിങ്ങൾ അവിടെ പോയി മുഴുവൻ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചേക്കും. പറഞ്ഞ് പുതിയത് വിടാനൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ഇന്റർവ്യൂ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടി പെൺകുട്ടികളെല്ലാവരും സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ നെസ്ലിനെ പറ്റി കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ ആലപ്പുഴയിലും കുറെ അധികം സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. പിന്നെ ബോക്സിങ്ങിൻ്റെത് എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്നൊക്കെ പെൺകുട്ടികളെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സെഗ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ അനിയത്തിയൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഷൂ ഒക്കെ എടുത്തിട്ട്. അത് എറണാകുളത്തായിരിക്കും. അല്ല, ആലപ്പുഴയിൽ നമ്മുടെ ഒരു സ്കൂളിലെ പേര് പറയുന്നില്ല. അല്ല, ഉണ്ട്. ശരി, ആലപ്പുഴയിൽ വന്ന് ഒരുപാട് ഷൂട്ട് ഉണ്ട്. രാത്രി ഉണ്ട്. നാളെ ബോക്സിംഗ് ഉണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. ഉണ്ട്. നാളെ ബോക്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞ എന്റെ അനിയത്തി വീട്ടിൽ വന്ന് ഷൂ എടുത്തിട്ട് പോയിട്ട് പിറ്റേ ദിവസം അത് മറ്റേ കിള കഴിച്ചിട്ട് മൊത്തം ചെളിയാക്കിയ കോമ്പറ്റീഷൻ അവിടെ വെച്ചിട്ടാണ്. എന്നാ നിങ്ങൾ കാര്യമായിട്ട് എന്തോ മത്സരം അവിടെ നടത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പിള്ളേരൊക്കെ ഉണ്ട്? എനർജറ്റിക് ആണോ? പിന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഒരുപാട് പേര്. അവിടെ ഒരു ഞങ്ങളുള്ള സമയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നല്ലേ, ഒരു സോങ്ങിന്റെ സീക്വൻസ് ആയിരുന്നു ജില്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പലരും നമുക്ക് ചിലപ്പോൾ നേരിട്ട് ഹായ് പറഞ്ഞു പോകുന്നേ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ ആയിട്ടായിരിക്കും കൂടുതലും നമ്മൾ മിങ്കിൾ ചെയ്ത് പോകുന്നത്. ബോക്സിൽ ഞങ്ങള് മറ്റേ രാജഗിരിയിലെ ഞങ്ങളൊരു 30-35 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റേറ്റ് ഇവരെല്ലാം നല്ല പണിയെടുത്തിട്ടുണ്ട്. ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇവരുടെ ബോഡിയൊക്കെ കാണുമ്പോൾ എങ്ങനെയിരുന്ന ചെക്കന്മാരാ ഇവർ ഇങ്ങനെ ആക്കിയെടുത്തല്ലോ എന്ന് ആലോചിക്കും. ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയും വെച്ചാൽ എല്ലാം 6 പാക്കുമായിട്ട് ഇറങ്ങി. നമുക്ക് നാണമായി പോയി. ശരിക്കും നമ്മൾ ഫാമിലി പാക്കുമായിട്ടാണല്ലോ ഇവിടെ ഞങ്ങൾ 6 പേരുടെ വയറും കൊണ്ട് 6 കട്ടയായിട്ട് വന്നു. ഫുഡൊന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കണ്ടായില്ല അവർക്ക്. അതൊന്നും തിന്നാൻ പറ്റില്ല. ഡയറ്റിങ്ങും പ്ലാനിങ്ങും. 100 ഗ്രാം ചോറ്. അതൊക്കെ അപ്പൊ ആകെ കലിച്ചാണ് ഒരു മാസം അവിടെ കഴിച്ചു കൂട്ടി. ഞങ്ങളുടെ ആലപ്പുഴയിൽ വരുന്ന ആ ദേഷ്യം നെസ്ലിന്റെ മുഖത്തുണ്ട്. എനിക്ക് ഫുഡ് കൊടുക്കാത്തില്ല. ഫുഡ് കൊടുക്കാത്ത അവരുടെ കലിപ്പ് മുഴുവൻ തീർക്കാനുള്ള ഫുഡ് കൊടുക്കാത്തതിന്റെ ഇടിപ്പിക്കുന്നു, പരസ്പരം ഇടിപ്പിക്കുന്നു. ചേച്ചിക്കരി മൂക്കടിക്കുന്നു. ഉച്ചക്കമ്മ ഇപ്പുറത്തെ കണ്ടിട്ട് തിന്നാതിരുന്ന അവസ്ഥ ഉണ്ടല്ലോ. ഇത് ഖാലിദ് റഹ്മാന്റെ അടുത്തുള്ള എക്സ്പ്രഷൻ ആണോ സംശയം. ഫുഡ് തരില്ലേ? അതെ. അല്ല, സാധാരണ ആലപ്പുഴ വരുന്ന ആൾക്കാരെല്ലാവരും പറയും നമുക്ക് ഓരോ സ്ഥലത്തും പോകുന്നതിന് ഓരോ സന്തോഷം ഉണ്ടല്ലോ. ആലപ്പുഴ വരുന്നവരെല്ലാവരും നല്ല മീൻ കിട്ടും. അത് പറയാം. ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്കിന് പ്രൊഡക്ഷൻ ഫുഡ് ഉണ്ട് ഞങ്ങൾക്ക്. എന്നാൽ പോലും റഹ്മാൻ ഇവരെല്ലാം വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു ചെറിയ കടയാണ്. അവിടെയുള്ളോ ചേച്ചിമാരും അതെ. മീനൊക്കെ, മീൻകറി, മീൻ വറുത്തതൊക്കെ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ, അപ്പം ഞാൻ വേറെ ഒത്തിരി ഏജ് ആയിട്ടുള്ളൊരു മേക്കപ്പും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞങ്ങളെല്ലാവരും നെസ്ലിലും ഞങ്ങൾ ഈ ഫുൾ ടീമും കൂടെ ഒരു സ്ഥലത്ത് പോയി ആഹാരം കഴിച്ച് വന്ന് റോഡ് സൈഡിൽ താഴെ ഒരു പെട്ടിക്കട പോലെയുള്ള ചെറിയ കട, അത്യാവശ്യം നാരങ്ങ വെള്ളവും അത് ഇതൊക്കെ കിട്ടുന്ന, മോരും ഒക്കെ കിട്ടുന്നൊരു കട. 2 ചേച്ചിമാരാണ് നടത്തുന്നത്. ഞങ്ങൾ പഠിച്ച പണി പണ്ട് നോക്കി ഞങ്ങളൊന്ന് മനസ്സിലാക്കാൻ. എന്നെ മനസ്സിലാക്കാത്ത പോട്ടെ, നെസ്ലിനൊക്കെ തല കുത്തിയുന്നുണ്ട്. ഞങ്ങൾ ആരെയും മനസ്സിലാകുന്നില്ല. അവസാനം അവർക്ക് എന്റെ ശബ്ദം കേട്ടപ്പോ അത് കോട്ടയം അല്ലേ എന്ന് പറഞ്ഞത് മാത്രം ഒരു സമാധാനമായി. ഇപ്പൊ നെസ്ലിനൊക്കെ എന്താണല്ലേ നമ്മള് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. പക്ഷെ എന്താണല്ലേ ഇക്ക നമ്മൾ നോക്കിക്കിട്ടണം. ഞാൻ അങ്ങനെ ചോദിക്കല ഇപ്പൊ പറഞ്ഞോണ്ട് ജസ്റ്റ് വെറുതെ. കാരണം എന്താ പറയാ, നസീർക്കെന്നൊക്കെ പറഞ്ഞ മിമിക്രി മേഖലയിൽ അത്രയേറെ കഴിവുള്ള ആളാണ്. പക്ഷെ എന്നാലും സമയം വേണം, എല്ലാം ഒബ്സർവ് ചെയ്ത് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള സമയം വേണം. അതെനിക്ക് മനസ്സിലാവും. എന്നാലും നസ്ലിനെയൊക്കെ അയ്യോ ഒന്നുമില്ല, ഞാനിപ്പോ സൗണ്ട് ആണല്ലോ, ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അല്ല, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പുതിയൊരു ശബ്ദം പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമമൊന്നും ഇപ്പം കുറവാണ്. കുറവെന്ന് പറഞ്ഞാല് അതിന് എൻ്റെ ഒരു കാരണമുണ്ട്. കാര്യം നമ്മൾ അനുകരിക്കുമ്പോൾ വല്ലാതെ ശരീരത്ത് കിടക്കും. ശരീരത്ത് കിടക്കും. അതാണ്. മുമ്പ് ഒരുപാട് പ്രേതം ഉണ്ടായിരുന്നു ദേഹത്ത് പലരുടെയും, പല അതിനെയൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇനി അപ്പൊ അതുകൊണ്ട് പുതിയ ആൾക്കാരെ ഇനി നമ്മൾ പഠിച്ച് ദേഹത്ത് കയറ്റിയാൽ അങ്ങനെയല്ല. മിമിക്രി വിട്ടു എന്നല്ല,
ഇനി പുതിയത് പഠിക്കുന്നില്ല എന്ന്. അപ്പൊ അതിന് ചെറിയൊരു റിഗ്രറ്റ് ഇല്ല. ഞാൻ വേറെ കൊണ്ട് ചോദിക്കുന്നില്ല. ഇപ്പൊ പാട്ട് പാടുന്ന ആൾക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി അത് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്റെ ഒരു അപ്ഡേഷന് വേണ്ടി നമുക്ക് പാട്ട് നിർത്താന്ന് പറയുന്ന പോലെ തന്നെയാണ് മിമിക്രി ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കഴിവാണ്. അപ്പൊ അത് പതുക്കെ പുതിയത് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം അത് നിർത്തുന്ന പോലെ തന്നെയാണ്. അതല്ലാതെ നസീർക്ക മിമിക്രിയിൽ വന്നത് സിനിമയിൽ അഭിനയിക്കാനാണ്. ആണ്. മിമിക്രിയിൽ പേരെടുത്ത് കഴിഞ്ഞാൽ എന്നാലും നമുക്ക് ലൈഫിൽ അപ്ഡേഷൻ വേണ്ടേ? അത് വേണം. എന്നാലും നസീർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. അല്ല, അതെ, നമ്മള് ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയിൽ അത്രയും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര കഴിവുള്ള മിടുക്കന്മാരായിട്ടുള്ള മിമിക്രി കലാകാരന്മാർ, എസ്പെഷ്യലി മഹേഷ് കുഞ്ഞിമോനെ പോലെയൊക്കെ ഉള്ള മിടുക്കന്മാരായിട്ടുള്ള കലാകാരന്മാർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ചെയ്യുന്ന പുതിയ പുതിയ അനുകരണങ്ങൾ, അനായാസമായ അനുകരണങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനോടൊപ്പം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇവൻ പഴയ സാധനമായിട്ട് പിന്നെ ഇറങ്ങിയെന്നും പറഞ്ഞ് കേൾക്കേണ്ട വരും. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കൂടുതലായതുകൊണ്ട് നമ്മൾ പറയുന്ന മാറ്ററിനെ വളരെ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ റെഫർ ചെയ്തപ്പോൾ ഒരു കമന്റ് കണ്ടു, സിനിമ എന്ന് പറയുന്നത് റഹ്മാന്റെ സിനിമയാണെന്ന്, ഖാലിദ് റഹ്മാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ, വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല എന്ന് പറയുന്ന കുറെ കമന്റുകൾ ഞാൻ കണ്ടു. പുള്ളിക്ക് അത്രത്തോളം സപ്പോർട്ട് ഉണ്ട്. പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളിലെല്ലാം ആൾക്കാർക്ക് ഒരുപോലെ പ്രതീക്ഷയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ജോണറുള്ള പടങ്ങളിലാണ് ചെയ്തിരിക്കുന്നത്. ഉണ്ട പോലെയല്ല മറ്റേ എന്താണ് അനുരാഗ് കരിക്കും വെള്ളം ഭയങ്കര വ്യത്യാസമുണ്ട്. തല്ലുമാല വേറെ ജോണറാണ്. അഭിനയിച്ചതാണ്. പിന്നെ ഇപ്പൊ ജിംഖാന എല്ലാം വേറെ വേറെ ഏതാണ് പശ്ചാത്തലവും മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. അതൊരു ഭയങ്കര തയ്യാറാക്കി ഫിറ്റ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല റഹ്മാന്റെ. സിനിമ മനസ്സിലുണ്ട്. അല്ല, സിനിമ മനസ്സിലുണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരാൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അത് എടുക്കും. അല്ലാതെ ഇന്നത് പഠിച്ച് പറയിപ്പിക്കലൊന്നുമില്ല. ഫ്രണ്ട്ലിയാണ് ഭയങ്കര. അതുകൊണ്ട് നമുക്ക് ഒരു ഈ അഭിനയിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. അഭിനയിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ, അതില്ല. വളരെ ഫ്രണ്ട്ലിയാണ്. അവിടെ റഹ്മാൻ ആണെങ്കിലും നെസ്ലിനാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാം ഒറ്റ വൈബിലാണ്. ഞങ്ങളെല്ലാം ഒറ്റ വൈബിലാണെന്നുള്ളത്. അതാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള സിനിമകൾക്ക്. ഇടിക്കിറങ്ങിയ പിള്ളേരോട് ചോദിച്ചു നോക്ക് എങ്ങനെയുണ്ട്. കരക്കിരുന്ന് പറയണ ഇടിക്കിറങ്ങിയ പിള്ളേര് പറയണല്ലേ, മേടിച്ചോ ഇവിടെ തന്നെ അസീമിക്കയില്ലേ അതിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യണം. നമ്മൾ വേറെ വിശേഷമൊക്കെ പറയും. നമ്മള് ആലപ്പുഴയുടെ ഞാൻ റഹ്മാനെ പൊക്കി ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോ അങ്ങനെ എടുത്തിടുന്നു. അസീമിക്ക ഇടിയിൽ തന്നെ നിൽക്കുന്നത്. എനിക്ക് നല്ല ഇടി കിട്ടി. അല്ല, എനിക്ക് ഇടിയൊന്നുമില്ല. ഞങ്ങൾ കോച്ച്, നമ്മള് പഠിപ്പിക്കും. 6 മാസം ബോക്സിംഗ് പഠിക്കാൻ പറഞ്ഞു. നമ്മൾ പഠിച്ചില്ല, നമ്മൾ അഭിനയിച്ചു പഠിച്ചതായിട്ട്. നമ്മളവിടെ മറ്റേ ലുക്ക് ടെസ്റ്റിന് ഞാൻ ലുക്ക് ടെസ്റ്റിന് വന്നാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, ലുക്ക് ടെസ്റ്റ് ആകെ ഒരു ദിവസത്തെ റോളാണ്, ലുക്ക് ടെസ്റ്റ് ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ബോക്സിങ്ങില് പിള്ളേരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇടിയാൻ മേടിച്ചിട്ടുണ്ട്. ഇവന്മാര് വീണ്ടും വയ്യാണ്ട് പോയിട്ട് പോകുമ്പോ റഹ്മാൻ വർക്കിന്റെ മോഡലിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കരക്കിരുന്ന് സുഖിച്ചവരാണ് പറയുന്നത് റഹ്മാൻ നല്ല തങ്കക്കുടം പോലത്തെ മോനാ. ഞാൻ പറയും അതല്ല, ജോലി അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ വേണമല്ലോ. പക്ഷെ ആ പെർഫെക്ഷൻ അവിടെ മാറ്റി വെക്കട്ടെ. അതല്ലാണ്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പഴയ തലമുറയുടെ വരുമ്പോൾ പണ്ടത്തെ ഡയറക്ടർമാരാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അവരോട് പോയി സംസാരിക്കുന്നതിന്, അവരുടെ അടുത്ത് ഇരിക്കുന്നതിന്, ചോദിക്കുന്നതിനൊക്കെ ഒത്തിരി ലിമിറ്റ് ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോഴൊക്കെ കാണുമ്പോൾ നമ്മൾ എഴുന്നേക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടി ഉണ്ടല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാം, അതൊക്കെ ഉള്ളൂ. അല്ല, ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സുഖം അതാണ്. നമ്മളൊരു വേറൊരു വൈബ് ഉണ്ടാവും. ഇല്ല, ഇപ്പൊ അവിടെ കൂടിയവര് മുഴുവൻ ബഹുമാനിച്ചത് ഞങ്ങള് മാത്രമാണ്. കാരണം ഇത്തിരി തലമുറേ ഉള്ളൂ, ബാക്കിയൊക്കെ പിള്ളേരെ. പക്ഷെ അവിടെ ഈ വൈബ് ഉള്ളത് നല്ലതാണ്. ഇതുപോലുള്ള സിനിമകൾക്ക് നമ്മൾ കുറച്ച് ഫ്രണ്ട്ലി, ഓഫ് സ്ക്രീനിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ വൈബ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ സ്ക്രീനിൽ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ പിള്ളേരെ എനർജി എടുക്കുകയാണ്. നമ്മളെന്ത് കൊടുക്കണം? നമ്മള് സീനിയറാന്ന് പറഞ്ഞ് ഭയങ്കര മാറി നിന്നാല് മാറി നിൽക്കാനേ പറ്റുള്ളൂ. ഇതിപ്പോ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വരും. ഇപ്പൊ വൈകുന്നേരം ഞങ്ങളെല്ലാം താമസിക്കുന്ന ഒരു ഹോട്ടലിലാണ്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരുടെ കൂടും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഥ പറച്ചിലും ഭയങ്കര അവിടെയും ആഘോഷം ഉണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് ആയിരുന്നു. ആലപ്പുഴയിൽ എല്ലാവരും കൂടെ പോയി എവിടെയെങ്കിലും ഈ ഷൂട്ടിങ്ങിന്റെ ബേസിൽ അല്ലാണ്ട് വേറെ അങ്ങനെയുള്ള സദസ്സിലൊക്കെ പെർഫോമൻസ് അല്ലേ അപ്പൊ ഞങ്ങൾ മിമിക്രി കളിക്കും. അവരുടെ മുമ്പിൽ കാണിക്കും അല്ലേ? അങ്ങനെ കാണിക്കുന്നു.
നമുക്ക് എവിടെയെങ്കിലും ഇത് പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ, അതെ അതെ ക്ലാവ് വരാൻ ക്ലാവ് വരാതിരിക്കാൻ കഷ്ടപ്പെട്ട് വേണ്ടി. പോകരുതല്ലോ. അവിടെ ആവുമ്പോ ഇവര് ചീത്ത വിളിക്കുകയില്ല, വിമർശിക്കുകയില്ല, വിശകലനം ചെയ്യുകയില്ല. അതെ അവരെല്ലാരും പാവങ്ങളാണല്ലോ, അവർക്ക് പ്രത്യേകിച്ച് ABCD ഒന്നും അറിയാത്തോണ്ട്. പ്രത്യേകിച്ച് നെസ്ലിനൊക്കെ ഒരു ടോണിൽ തന്നെ എന്നിട്ട് എന്താണ്ടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, അവരൊക്കെ ഇതിനെ പറ്റി എന്ത് പറയാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവര് പിള്ളേര് സെറ്റിന്റെ ഗ്യാങ്ങിന്റെ സ്പിരിറ്റിന്റെ കൂടെ നമ്മൾ പവറിൽ പിടിച്ചു നിന്നു. ചെറുപ്പായില്ലേ, ചെറുപ്പായി അതാ താഴത്തേക്ക് ഇറങ്ങി പ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. നമുക്ക് ഇതൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഇവരുടെ കൂട്ടത്തിൽ കൂടെ ഈ ചെയ്യാത്തതാണ്. ഇതാണ് ഇപ്പൊ ലുക്ക്. ഞാൻ ഫിസിക്കലാണ് പിടിക്കുന്നത്. Physically tight ആയിട്ട്. അതെന്താ പറഞ്ഞത്? ആ, മറ്റേ അതെന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? ഇവര് പുറത്ത് കറുപ്പിച്ചിരിക്കണൊക്കെ ഉള്ളൂ, അകത്തൊന്നും ഇല്ല. എന്റെയാണ് അകത്ത് ഫിറ്റ് ആയിട്ടിരിക്കണം. ഇതെല്ലാം എന്തുമാത്രം പണിയെടുത്ത ശരീരമാണെന്ന് അറിയൂ. സന്തോഷം അംഗീകരിച്ചല്ലോ, സന്തോഷം. നസീർക്കയില് കോച്ച ഡേജിയെ ഞാൻ ഈ പടത്തിന് വേണ്ടിട്ട് ലുക്ക് പിടിക്കുന്നതല്ലേ, ഇതൊക്കെ ഇതെല്ലാം നരച്ചതായിട്ടാണ് കൂട്ടിയതല്ലേ, അല്ല ഇത് ക്യാരക്ടർ പിടിച്ചിട്ടില്ല. ക്യാരക്ടർ പിടിച്ചിരിക്കും. ഇതെന്റെ ഫാഷൻ ആയിരുന്നു. ഇത് ഈ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത് എന്റെ ജിമ്മിന്റെ പേരാ. ആണോ? അപ്പൊ നൈസായിട്ട് പ്രൊമോഷൻ കൂടെ അല്ലേ? അല്ലാന്ന് പടത്തില് പടത്തില് സിനിമയില് എന്റെ ജിമ്മിന്റെ പേരാണ്. എന്റെ സലീം എന്നാണ്, സലീം ഖാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. എന്റെ ജിംനേഷ്യത്തിന്റെ പേരാണ് ജിംഖാന. പുള്ളിയുടെ പിള്ളേരുടെ കഥയാണ്. എനിക്കൊരു പരാതി പറയാനുണ്ട്. ചിലപ്പോ ഇത് ഡയറക്ടർ കാര്യങ്ങൾ ഡിസൈനേഴ്സ് ഒക്കെ ആയിരിക്കും പറയണ്ടത്. ഞങ്ങളുടെ ആലപ്പുഴ ഇത്ര ചെറുതാക്കി വെച്ചേക്കുന്നേ. ഇത് ആലപ്പുഴയുടെ കഥയല്ല, ആലപ്പുഴയിലുള്ള ജിംഖാന എന്ന് ഇപ്പൊ തുടക്കം തൊട്ട് ആലപ്പുഴനെ പൊക്കി പറയണ്ടല്ലോ. ആലപ്പുഴക്കാർക്ക് അതല്ലേ പറ്റും. അല്ലെന്ന് ആലപ്പുഴ ഈ പടം റിലീസായ 30 ദിവസം ആലപ്പുഴയിലെ എല്ലാ തിയേറ്ററും ഫില്ലായിരിക്കണം. അടിച്ചോനെ ഞാൻ എന്താ ആ പിന്നെ ആകണോ അല്ല, ആലപ്പുഴ ഇങ്ങനെ പൊക്കിപ്പെട്ട് ആലപ്പുഴ പേരിൽ ഒരു പടം വന്നിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഉത്തരവാദിത്വം ആലപ്പുഴ ജില്ലക്കും നിങ്ങൾക്ക് വേണം. ആലപ്പുഴക്കാര് കേൾക്കണ്ടല്ലോ, എന്റെ നാട്ടുകാർ കേൾക്കണ്ടല്ലോ അല്ലേ? ഇതിന്റെയൊക്കെ ഞങ്ങൾ തിരിച്ചു ചോദിക്കും. ഏറ്റെടുത്തതല്ലേ. നമ്മുടെ കോട്ടയം നസീറിക്കയും അസീമിക്കയും സലീമിക്കയും കൂടെ ഇവര് 3 പേരും കൂടെ എന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ആലപ്പുഴക്കാരിയായ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ സിനിമ നമ്മുടെ ആലപ്പുഴ ജിംഖാന ഇറങ്ങി കഴിയുമ്പോൾ വെല്ലുവിളിയൊന്നും അല്ല കേട്ടോ, റിക്വസ്റ്റ് കാണാവുള്ളൂ. വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ അതിന്റെ പേര് കഥ മാറിട്ടോ, വെല്ലുവിളിയല്ലേ റിക്വസ്റ്റ്, അപേക്ഷ തിയേറ്റർ ഫില്ലായിരിക്കണം. അപ്പൊ അത് ഞങ്ങൾ കാണിച്ചു തരും കേട്ടോ. എന്റെ ആലപ്പുഴക്കാർ എന്തായാലും വെല്ലുവിളിയൊക്കെ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ്. ഇപ്പൊ അതില്ല, ഇപ്പൊ ഞങ്ങൾ താഴ്മയുടെ പാതയില്ല. ഒരു കാര്യം പറയാം, ഫസ്റ്റ് ഡേ ഹൗസ്ഫുൾ ആക്കി തന്നാ മതി, പിന്നെ താനെയാവും. എന്തായാലും പടത്തിന്റെ കാര്യങ്ങള് ഞങ്ങൾ അറിഞ്ഞ് ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡിൽ ബുക്ക് ചെയ്യണം എല്ലാവരും. ഡെഫിനറ്റ്ലി ഹൗസ്ഫുൾ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആലപ്പുഴയുടെ പണ്ടുണ്ടല്ലോ, പണ്ട് കാലത്ത് ഇറങ്ങുന്ന കുറെ സിനിമ ആയിക്കോട്ടെ, തുമ്പോളി കടപ്പുറം, എന്റെ വീട് തുമ്പോളിയില്ല, തുമ്പോളി കടപ്പുറം ആയിക്കോട്ടെ, അങ്ങനെ ഒരു സിനിമ തന്നെ ഉണ്ട്. നമ്മുടെ കടപ്പുറത്ത് വെച്ചാണ് നമ്മുടെ അമരത്തിലെ ലാസ്റ്റ് മുരളിച്ചേട്ടനായിട്ടുള്ള ഫൈറ്റ് ഒക്കെ നടക്കുന്നത് എന്റെ വീടിന്റെ ബാക്കിലെ ബീച്ചിൽ വെച്ചിട്ട്. ആ സിനിമ, ഓമനപ്പുഴ മറ്റേ സിനിമ, ചാന്തുപൊട്ട്, ഇങ്ങനെ കുറെ സിനിമകള് ആലപ്പുഴ, ഞങ്ങളുടെ പാലത്തെ പറ്റി തന്നെ 5-6 പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ കുറെ കാലങ്ങളായിട്ട് ഞങ്ങളുടെ ആലപ്പുഴക്കാർക്ക് ഉണ്ടല്ലോ, ഈ ബിഗ് സ്ക്രീനിൽ ഞങ്ങൾ ആലപ്പുഴയിൽ അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ്. വേറൊരു കാര്യമുണ്ട്, ഒരു സിനിമയുടെ പേര് തന്നെ ആലപ്പുഴ ജിംഖാന എന്നാണ്. അതിൽ കൂടുതൽ എന്താണ് ആലപ്പുഴ? അതെ, ഞങ്ങൾ ആലോചിക്കുക കേരളത്തില് എന്താ പറയാ, കിഴക്കിന്റെ വെനീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആലപ്പുഴയിലോട്ട് അധികം ആരും അങ്ങനെ സിനിമ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടായിട്ട് അത് കാരണം ആലപ്പുഴക്കാര് ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മിന്നിത്തെളിഞ്ഞ് വെനിസിലെ വ്യാപാരി പോലെ ഇങ്ങനെ മിന്നിത്തെളിഞ്ഞ് അതിലെ അങ്ങ് പോയി. അതാ നിങ്ങൾ വടക്കോട്ട് അങ്ങ് സിനിമക്കാര് പോയപ്പോ ഭയങ്കര വിഷമായിരുന്നേ. തമിഴിലും തെലുങ്കിലൊക്കെ കേരളം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ അതെ. എന്നിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ സിനിമക്കാരെ ഞങ്ങൾ അംഗീകരിച്ച് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം. എന്തായാലും എന്നാന്നറിയോ, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്നാലും നിങ്ങൾ ആലപ്പുഴക്കാരെ അംഗീകരിക്കുന്നില്ലോ. അംഗീകരിക്കുന്നില്ലെന്നല്ല, കുറച്ചു കാലമായിട്ട് ഞങ്ങൾ ആലപ്പുഴയെ ആരും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മുടെ ജിംഖാന ടീമാണ് മൈൻഡ് ചെയ്ത് വീണ്ടും അതെ. ഈ സിനിമയ്ക്ക് മിക്കപ്പോഴും ഒരു ഇതുണ്ട്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചൊരു പടം ചെയ്ത് ഹിറ്റായാൽ പിന്നെ എല്ലാവരും അങ്ങോട്ട്. ഒരു സമയത്ത് തൊടുപുഴ മാത്രമായിരുന്നു, ഒരു സമയത്ത് ഒറ്റപ്പാലം മാത്രമായിരുന്നു, പിന്നെ കാസർഗോഡായിരുന്നു. അങ്ങനെയുണ്ട്. കണ്ണൂരിൽ അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പാലം ഒരു സമയത്ത്
സിനിമ ജയറാമേട്ടനും ഞങ്ങളും ഒറ്റപ്പാലത്ത് തന്നെയാണ് താമസം അവിടെ ഞങ്ങൾ വീടെടുത്ത് താമസിച്ചതല്ലേ? എന്തോരം പടമായിരുന്നു ഒറ്റപ്പാലത്ത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇനി കുറച്ചു കാലത്തേക്ക് എന്തായാലും ആലപ്പുഴയിലേക്ക് വണ്ടി ആലപ്പുഴ ഒന്ന് ബിസി ആവട്ടെ, കുറച്ച് സിനിമാക്കാരെ കൂടെ അറിയാം. ഇതൊക്കെയാണ് പറയുന്നത്. ആ ആലപ്പുഴ ഈ പറഞ്ഞ പോലെ അതെല്ലാം ഒന്ന് റെഡിയാക്കി അവിടെയൊക്കെ മറ്റേ എന്താണ് അതിന്റെ ചുറ്റുമൊക്കെ ചെടികളും ഒക്കെ വെച്ച് അതിനൊന്ന് ഡിസൈൻ ചെയ്തെടുത്താണ്. ഞങ്ങളുടെ അവിടെ മറ്റേ പാലമൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായി വെച്ചിട്ട്. ഞങ്ങൾ സാധാരണ ആലപ്പുഴനെ പറയുന്ന ആലപ്പുഴ എന്ന് പറയുന്നതിനേക്കാൾ പാലപ്പുഴ എന്ന് പറയാറുണ്ട്. കുറേ പാലങ്ങളുള്ള ഒരു സ്ഥലം. സത്യം, ഇത്രയും പാലങ്ങളുള്ള ഒരു ജില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ഇല്ല. അല്ലേ? നിങ്ങൾ പോയിട്ട് കേട്ടോ? അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ വരെയുള്ള ബൈപ്പാസ് ഉണ്ടല്ലോ, അത് തന്നെ ഒരു ഭയങ്കര ടൂറിസം പ്ലേസ് ആണ്. ആ ട്രാവലിംഗ് AC റൂട്ട് എന്ത് രസമുള്ള സ്ഥലമാണ്. സത്യം. രണ്ട് സൈഡിലും പാടം, കാറ്റ്. ഇപ്പുറത്തോട്ട് വന്ന കടപ്പാലം, മുപ്പാലം, കൊമ്മാടിപ്പാലം, എന്തോ പാലങ്ങൾ തന്നെയുള്ള ഒരു നാടാണ് ആ നാട്. ഇതിപ്പോ അവസാനം ആലപ്പുഴ ജിംബാലം എന്നാക്കണം. ആലപ്പുഴ ജിംബാലം പേര് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇത് ശരിക്കും ഞാൻ ചോദിക്കുന്നത്, ഇത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനാണോ ആലപ്പുഴ ജില്ലയുടെ പ്രൊമോഷനാണോ? ആലപ്പുഴയിൽ തന്നെ ഈ പടത്തിന് ആങ്കറിനെ കൊണ്ടുവന്നപ്പോ ആലോചിക്കണമായിരുന്നു. എനിവേസ് പടം വേറെ ലെവലായിരിക്കും. അത് ഞങ്ങളുടെ ആലപ്പുഴ ആയതുകൊണ്ടും അത് മാത്രമല്ല, തീർച്ചയായിട്ടും ഇതുപോലുള്ള ലെജൻഡുകളുടെ കൂടെ നമ്മുടെ കുട്ടിപ്പട്ടാളം മുഴുവൻ, ഞങ്ങൾ മലയാളികൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങൾ മുഴുവൻ കൂടെ ഉള്ള ഒരു കോംബോ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ മേലെ പൊളിയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെയാണോ? ഇത്രയും നല്ലൊരു പ്രാർത്ഥന ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി തന്നെ മോളെ അനുഗ്രഹിക്കട്ടെ. റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ഇത്രയും നേരം ഞാൻ അങ്ങോട്ട് ചെന്നില്ല. അല്ലെങ്കിൽ ഞാനല്ലേ ഇവിടെ ഇരുന്ന് ഒറ്റപ്പെട്ടു നിന്നിട്ടേ മറിമായത്തിൽ ഒന്ന് പാരി ആയിട്ടൊക്കെ പാവമായിട്ട് നിന്നിട്ട് ഇപ്പതേ ഇരിക്കുന്നത് പാരി മാത്രമായിട്ടല്ല, ഡയറക്ടറാണ്, റൈറ്ററാണ്, ആക്ടറാണ്, എന്തൊക്കെയാണ് ആള്. നിങ്ങളെ ശരിക്കും പറയാം, ഞാൻ ആരായിട്ടോ കേട്ടെ. ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലെ സ്വന്തമായിട്ട് സംവിധാനം ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ അഭിനയിച്ചു. പ്രൊഡ്യൂസ് ചെയ്തില്ല, പൈസ കൊടുക്കുന്ന പരിപാടി. പ്രൊഡ്യൂസ് ചെയ്തൂടെ? ഏതായാലും വായ്പ ചോദിച്ചാൽ കിട്ടുമല്ലോ, അതിനെ പറഞ്ഞുണ്ടാക്കിക്കോ. വല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ആരുടെ പൈസ ചോദിച്ചാൽ കിട്ടുമായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഔട്ട്പുട്ടൊക്കെ? അടിപൊളിയായിരുന്നല്ലോ, ആൾക്കാർ പടം നന്നായിട്ട് പോയി, വേറെ കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ ഏഷ്യാനെറ്റിലും ഇതിലും ഒക്കെ ഉണ്ട്. നമ്മുടെ പടം റിലീസായപ്പോ ഈ ഗതികെട്ടോൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെ വെള്ളിയാഴ്ച പടം റിലീസായി. വെള്ളി, ശനി, ഞായർ ഹൗസ്ഫുള്ളാണ്. തിങ്കളാഴ്ച രാത്രിയാണ് വയനാട് ഉരുൾപൊട്ടിയത്. പിന്നെ കേരളം മരവിച്ചു പോയി. നമുക്ക് പ്രൊമോഷൻ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടുത്തെ ആളുകൾക്ക് നേരിട്ട ഒരു ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ നമുക്ക് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. എന്ന് വെച്ചാൽ പടം മോശമായില്ല, സാമ്പത്തികമായിട്ട് സേഫാണ്. അടുത്ത പടവും അവർക്ക് വേണ്ടി ആലോചിക്കുന്നുണ്ട്. അടുത്ത ലോഡിങ്ങിലാണ്. ഇത് പറഞ്ഞപ്പോഴേ വെള്ളപ്പൊക്കം ഉണ്ടായ സമയമുണ്ടല്ലോ, 2018 വെള്ളപ്പൊക്കം. എനിക്ക് ആ സമയത്ത് ഞാൻ കാനഡയിൽ പ്രോഗ്രാം പോയിരിക്കുകയായിരുന്നു. ഇവിടെ ഭയങ്കര ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെയായിരുന്നു. അവിടുത്തെ നയാഗ്ര ഫോൾസിൻ്റെ അവിടെ നിന്നിട്ട് ഞാനൊരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ്, ഇതിൽ നല്ല വെള്ളച്ചാട്ടം നാട്ടിൽ കാണിച്ചില്ല ഇങ്ങോട്ട് വരെ. ഇതിലും വലിയ വെള്ളപ്പൊക്കം ഇവിടെ കൊണ്ട് കാണിച്ചില്ല. നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്, അതെ ഞാൻ വന്നപ്പോ തൊട്ട് നസീർക്ക് അതിനെ ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ അങ്ങ് പറക്കുന്നൊരു സാധനം. ഇതിപ്പോ ആർക്കും എന്തും എഴുതാല്ല, ഒരാളും ഇല്ല. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലും KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പോൾ ബാത്റൂമിലാണ് ഇത്തരം എഴുത്ത് കാണുന്നത്. കാരണം സ്വതന്ത്രമായിട്ട് ആരും പിടിക്കാതെ എഴുതിക്കൊണ്ട് പോണത് ഇവിടെയാണ്. ചിലപ്പോ നമ്പർ എഴുതി വെക്കും ആരുടെയെങ്കിലും. ഇപ്പൊ അതുപോലത്തെ എഴുത്ത് മുഴുവൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലും വിളിക്കുക, ഒരു കുഴപ്പമില്ലല്ലോ. സ്വന്തം ഐഡന്റിറ്റിയിൽ വന്ന ഒരു പേടിയില്ലാണ്ട് ഇല്ല, എന്തും പറയാന്നുള്ളൊരു നില വന്നപ്പോ ആളുകൾക്ക് ഈ 2000-3000 കമന്റ്സ് വരുന്നതിന്റെ ആര് പോകാൻ, അല്ലെങ്കിൽ എത്ര പേരുടെ പുറകെ പോകും നമ്മൾ, എന്തും പറഞ്ഞു പോകും. ഇതെല്ലാം വേണമല്ലോ, എല്ലാം ഉള്ളപ്പോഴല്ലേ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ. പുതിയ ലോകമാണ് നമ്മൾ ഇതൊക്കെ പഴയ ആൾക്കാരെ നൈസായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം, ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം, നല്ല കാര്യം കണ്ടോണ്ട് ആസ്വദിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ശരിക്കും പ്രപഞ്ചത്തെ കുറിച്ച് പറയുമല്ലോ, ചിന്തിച്ചാലൊരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലൊരു കുന്തവും ഇല്ല. സോഷ്യൽ മീഡിയയിലെ കമന്റ് അങ്ങനെ കണ്ടാൽ മതി. സത്യം. എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയിട്ടുണ്ടോ ഈ കമന്റും ഞങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ പറക്കലും കാരണം? എന്തെങ്കിലും പണിയൊക്കെ കിട്ടും? വലിയ വലിയ പണികൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഇങ്ങനെയുള്ള ഇത് കാരണം പേഴ്സണലി എന്തെങ്കിലും വലിയ പണികളൊക്കെ കിട്ടിയിട്ടുണ്ടോന്ന്? നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചല്ല നിൽക്കുന്നത്. നമ്മളൊരു തൊഴിലിടത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കെല്ലാം അവിടെ ഉള്ളവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെ ആയിരിക്കില്ല. നമ്മളെ വെറുക്കുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ ഒരുപാട് വിഭാഗം ഉണ്ടാവും.
ഇതെല്ലാം തരണം ചെയ്ത് അവിടെ നിൽക്കണോ വേണ്ടോ നമ്മുടെ തീരുമാനമാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴേ നസീർക്കോടെ ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ പഴയ ലെജൻസിൻ്റെയൊക്കെ റൈറ്റ് ഹാൻഡ് എന്ന് വേണമെങ്കിൽ പകരക്കാരനായിട്ടൊക്കെ പല കാര്യങ്ങളിലും അവരിങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടായിരുന്ന ഒരു അനുഗ്രഹീത കലാകാരൻ കൂടിയാണ് നസീർക്ക്. അപ്പോൾ നസീർക്ക് ഈ സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഒരു എന്താ പറയുക, ഒരു സീനിയോറിറ്റി ഉള്ള ഒരു റോള് ആരുടെയെങ്കിലും ഉണ്ടായിരുന്നു, ഒരു കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പഴയ നമ്മുടെ ആൾക്കാരിൽ നിന്ന് പൊലിഞ്ഞു പോയ ആരിൽ നിന്ന് ഒരാളെ മിസ് ചെയ്യണം, ഏറ്റവും അധികം മിസ് ചെയ്യണം ഒരാളെ പറയാൻ പറഞ്ഞാൽ ആരെ ഓർമ്മ വരിക? ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഒറ്റ ഒരാളെ പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ആരെ ഓർമ്മ വരിക? ഞാൻ 21ാമത്തെ വയസ്സിൽ സിനിമ വന്ന ആളാണ്. അന്ന് വരുന്ന കാലം തൊട്ട് തന്നെ ജനാർദ്ദൻ ചേട്ടൻ, മാമുക്ക, ഇന്നസെൻ്റ് ചേട്ടൻ, രായമ്പി ദേവേട്ടൻ, സാറ്, CA പോളേട്ടൻ, നമ്മൾ മുകേഷ് ചേട്ടൻ, ബൈജേട്ടൻ, ജയറാം, അങ്ങനെ ഒരു വലിയ ഗ്യാങ് ആയിട്ട് കമ്പനിയായിരുന്നു ഞാൻ. അന്ന് എൻ്റെ ഈ പ്രായം വെച്ചിട്ട് അന്ന് അവരെല്ലാം എന്നെ കൂടെ കൂട്ടുകയും ഒരുപാട് സ്നേഹം തന്നിട്ടുള്ള ആൾക്കാരാണ്. അത് ഓരോരുത്തരും വിട്ടുപിരിഞ്ഞ് പോകുന്നത് വരെ ആ ഒരു സൗഹൃദം ഞാനുമായിട്ടുണ്ടായിരുന്നു. ഇന്നസെൻ്റ് ചേട്ടൻ മരിക്കുന്നത് വരെ, ഹോസ്പിറ്റലാകുന്ന അന്ന് വരെ എന്നെ വിളിക്കുകയും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമുക്കാണ് എല്ലാവരും. അപ്പോൾ ഒരാളെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല, എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. നമുക്ക് ആര് പോയാലും നമ്മൾ ഇല്ലാണ്ടായാലും നമുക്കൊരു മിസ്സിങ് ആണ്. നമ്മൾ മിസ് ചെയ്യുന്ന വലിയൊരു ഗ്യാങ് തന്നെ ആൾക്കാർ. നസീർക്ക് 21ാമത്തെ വയസ്സിലാണ് സിനിമയിലേക്ക് വന്നത്. പിന്നെ നെസ്ലിൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 21, 22, 23 ആ ഒരു ടൈമിലാണ് നിൽക്കുന്നത്. അപ്പോൾ 21ാമത്തെ വയസ്സിൽ മലയാള സിനിമയിലേക്ക് എത്തിയ നസീർക്കയ്ക്ക് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന മറ്റൊരു 21, 22 വയസ്സുകാരനെ കാണുമ്പോൾ ഒരു എങ്ങനെയുണ്ട് അവർ ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോൾ? അല്ല, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ മുമ്പിൽ വേറെ ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അയാളൊരു ഹീറോ ആണ്, 100 കോടി പടം കളക്ട് ചെയ്തൊരു പടത്തിലെ നായകനാണ്, മിടുക്കനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അവരുടെ കൂടെ നമ്മൾക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ ഒരു സന്തോഷം. തീർച്ചയായും അവരോടൊപ്പം. ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം വന്നിരിക്കുമ്പോഴത്തേക്കും പല ഏജിലുള്ളവരായിരിക്കുമല്ലോ പല സമയത്തും നമ്മൾ ഇന്റർവ്യൂ എടുക്കാനിരിക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും എനിക്കൊന്ന് ഇത്തിരി ഒരു പ്രായമല്ല, ലേശം പ്രായമുള്ള ആൾക്കാർ. അപ്പൊ ഇവരുടെ കൂട്ടി വർത്താനം എന്റെ വിശേഷമൊക്കെ എന്തൊക്കെയാ പറയാം, പഴയ കാര്യമൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ വന്നത്. പക്ഷേ ഇവരോട് പഴയ കാര്യം ഒന്നും ചോദിക്കാനില്ല, പുതിയ വിശേഷങ്ങൾ എല്ലാവരും നല്ല ആ ഒരു സിനിമയുടെ 24. എന്റെ മൂത്ത മോൻ 26 വയസ്സായി. മോനേലും ഇളയ കുട്ടിയുടെ കൂടെയാണ് കോംബോ സിനിമയിൽ അഭിനയിച്ച് തകർത്തിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് ആ ഒരു വൈബിലേക്ക് ഇറങ്ങിയത്. ഇപ്പോഴും അവരെ ഹാങ് ഓവറിൽ എന്നോട് സംസാരിക്കുമ്പോഴേ മനസ്സിലാവും 3 പേരും ഇടിച്ചിടിച്ചിടിച്ച് ഒരാൾ ഇവിടെ ഇടിയിൽ തന്നെ ഇരിക്കുവാണ്, ഇടിയുടെ വിഷയങ്ങൾ. എന്റെ ക്യാരക്ടർ നെഗറ്റീവ് ആണ്, ഇടിയും ബഹളമൊന്നും അല്ല. ഇവരുടെ ഒരു മാനേജറായിട്ട് വന്നിട്ട് അല്ലേ ചുമതലപ്പെടുത്തി വിടയാണ്. അപ്പൊ ഇവരുടെ ഒരു ഇഷ്ടങ്ങൾക്കും കൂടുതൽ നിൽക്കാതെ ഒരു മുരട്ട് സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ് എന്റെ. ഞങ്ങളെ ചിരിപ്പിക്കുമോ സിനിമ? കാരണം സിനിമ ഞങ്ങൾ 100% ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ചിരിയാണ് ഇവരുടെ കോമ്പോയിൽ, ചിരിയാണ് ഞങ്ങളുടെ മെയിൻ. എന്താണെങ്കിലും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ചിരിയുമുണ്ട്, ഇടിയുമുണ്ട്, എല്ലാ സ്പോർട്സ് കോമഡി, ഏത് വൈബും എടുക്കും, എല്ലാം ഉള്ളൊരു സിനിമയാണ്. ഫാമിലി ആയിട്ട് പോകാം, എങ്ങനെ വേണമെങ്കിലും പോയി കാണാം. അപ്പോൾ നമ്മുടെ പടം റിലീസ് ആവാൻ പോവാണ്. പ്രത്യേകിച്ച് എൻ്റെ ആലപ്പുഴക്കാരോട് പിന്നെ എല്ലാവരോടും പറയുകയാണ്, ഡെഫിനറ്റ്ലി തിയേറ്ററിൽ, ഞാൻ പോയി പറയേണ്ട കാര്യമില്ല, അവരെന്തായാലും തിയേറ്ററിൽ വന്നാലേ കാണത്തുള്ളൂ. സിനിമ നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണണം. നമ്മുടെ ഒരു അടിപൊളി കോംബോ കൂടെ ആയതുകൊണ്ട് തകർപ്പൻ സിനിമ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. 3 പേർക്കും നിങ്ങളുടെ എൻറ്റയർ ടീമിനും ഞങ്ങളുടെ പേരിൽ, മൈൽസ്റ്റോണിന്റെ പേരിൽ ഒരു വലിയ ആശംസ നേരെയാണ്. തകർക്കട്ടെ, ടോപ്പ് ഹിറ്റ് ആവട്ടെ പടം കേട്ടോ. താങ്ക് യു സോ മച്ച് നിങ്ങളുടെ വാല്യുബിൾ ടൈമിന്.